സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജയ് ബോൾ സദ്ഗുരു മഹാരാജ് കി ജയ്. ഭഗവാന്റെ കൈശോരലീലകളാണ് കൗമാരലീലകൾ, കൈശോരലീലകൾ. 5 വയസ്സ് വരെയുള്ള ലീലകളാണ് കുമാരലീല. കൗമാരേ ഹരികൃതം പൗഗണ്ഡേ പരികീർത്തിതം. കൗമാരം, പൗഗണ്ഡം, കൈശോരം കുട്ടികളുടെ വയസ്സിൻ്റെ ഭേദങ്ങളാണ്. കാർത്തിക മാസം ശുക്ലപക്ഷ അഷ്ടമിയിലാണ് ഭഗവാൻ ഗോപാലനായി മാറി. അതുവരെ പശുക്കുട്ടികളെ മേച്ച കണ്ണൻ പിന്നെ ഗോക്കളെ മേയ്ക്കാൻ തുടങ്ങി. ശുക്ലാഷ്ടമി കാർത്തികസ്യ സ്മൃത ഗോപാഷ്ടമി ബുധൈനി തദ്ദിനാത് വാസുദേവോ ഭൂത് ഗോപ പൂർവന്തു വത്സപഃ. ആ ഗോപാഷ്ടമി അല്ലെങ്കിൽ ഗോഷ്ഠാഷ്ടമി എന്നൊക്കെ പറയും. അപ്പോഴാണ് ഭഗവാൻ ഗോവർദ്ധനവിടെ ഉയർത്തിയത്. അങ്ങനെ ഭഗവാൻ വൃന്ദാവനക്കാട്ടിൽ വന്നപ്പോൾ ബലരാമസ്വാമിയെ പുകഴ്ത്തിപ്പാടി. അഹോമീ ദേവവരാർച്ചിതം പാദാംബുജന്തേ സുമണഫലാർഹണം നമന്തി പാദായ ശിഖാഭിരാത്മനഃ തമോപഹത്യൈ തരുജന്മയത്കൃതം. 15ാമത്തെ അധ്യായത്തിൽ ഒരു 4 ശ്ലോകം കൊണ്ട് ഭഗവാൻ ബലരാമസ്വാമിയെ പുകഴ്ത്തി പാടുന്നു. ഇപ്പോഴും വൃന്ദാവനത്തിൽ ചില ആൾക്കാരുണ്ട് ബലരാമസ്വാമിയാണ് ശ്രേഷ്ഠം. എന്താ കാരണം? ഭഗവാൻ തന്നെ നേരിട്ട് അദ്ദേഹത്തിന് പാടുന്നു. കണ്ണനും ബലരാമനും ഒന്നിച്ച് വരുമ്പോൾ ആ മരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? താഴെ വരുന്നു. ഇപ്പോഴും വൃന്ദാവനത്തിൽ നിങ്ങൾ പോയാൽ കാണാം, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി ഇങ്ങനെ പൊങ്ങി പൊങ്ങിങ്ങനെ പോകും, പിന്നെ അവിടെ തന്നെ നിൽക്കും. വൃന്ദാവനത്തിൽ മാത്രം കുറച്ച് പൊങ്ങിയ ശേഷം ഇങ്ങനെ താഴും. ഇപ്പോഴും ഇങ്ങനെ താഴ്ന്നിരിക്കുന്ന മരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പാദാംബുജന്തേ. കാരണം എന്താണ്? കണ്ണൻ എപ്പോൾ വരുമോ അറിഞ്ഞുകൂടാ. അപ്പോൾ തയ്യാറായിട്ടിരിക്കാൻ വേണ്ടി തല താഴ്ത്തി രാജാക്കന്മാരൊക്കെ സന്യാസിമാരൊക്കെ വരുമ്പോൾ നമ്മൾ തല കുണിച്ച് നിൽക്കുന്നത് പോലെയാണ് വൃന്ദാവനത്തിൽ ഇപ്പോഴും മരങ്ങൾ അവിടെ നിൽക്കുന്നു. നമുക്ക് നേരിട്ട് പോയാൽ കാണാവുന്നതാണ്. തരുണ നമ്രശാഖാണ മധ്യേന യമുനാം ഗതഃ. ആ ശാഖകൾ പോലും നമ്രങ്ങളായിരിക്കുന്നു. ഭഗവാനെ പൂജിക്കുന്നു. സുമന ഫലാർഹണം അഹോ അമീ ദേവപര അമരാർച്ചിതം പാദാംബുജന്തേ. അവരൊക്കെ താഴ്ന്ന് മലർ കൊമ്പുകൾ താഴും. ഭക്തന്മാർ പാടും. താഴ്ന്നു കൊണ്ട് പൂക്കളെയും പഴങ്ങളെയും സമർപ്പിക്കുന്നു. ദ്വിതീയ സ്കന്ധത്തിൽ പറയുന്നു, ഭഗവാനെ പൂജിക്കാതെ കൈകളൊക്കെ ശാവവും കരവണവും. ശാവവും കരവണം എന്ന് പറഞ്ഞാൽ കിള പോലെയാണ് പറയുന്നത്, അല്ല ശവത്തിൻ്റെ കൈ പോലെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ മരങ്ങൾ പോലും പൂജിക്കുന്നു. സാധാരണ മരങ്ങളൊക്കെ തമോ ജീവികളാണ്. കൂടുതൽ പാപം ചെയ്തവരാണ് മരങ്ങളായി ധരിക്കുന്നത്. എന്താ കാരണം? നമ്മളെ വെട്ടാൻ ഒരാൾ വന്നാൽ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല ഈ മരങ്ങൾക്ക്. അതുപോലെയാണ് കൂടുതൽ പാപം ചെയ്തവർ മരങ്ങളായി ധരിക്കും. പക്ഷേ ഇവിടെ പറയുന്നു തമോപഹത്തി തരുജന്മയത്കൃതം. പറഞ്ഞാലും വൃന്ദാവനത്തിലിരിക്കുന്ന മരങ്ങളൊക്കെ പൂർവജന്മത്തിൽ സുഹൃതം ചെയ്തവരാണ് ഇവിടെ മരങ്ങളായി ജനിച്ചിരിക്കുന്നു. അങ്ങനെ മരങ്ങളായി ജനിച്ച് ഭഗവാനെ പൂജിക്കുന്നു. ഏകേലിനസ്തവയശോഖിരലോകതീർത്ഥം ഗായന്ത ആദിപുരുഷാണപദം ഭജന്തി. തീർത്ഥം പറഞ്ഞാൽ ശുദ്ധമാക്കുന്നതാണ്, അതിൻ്റെ പേരാണ് തീർത്ഥം. ഭഗവാന്റെ പുകഴ് പാടുന്നു വണ്ടുകളൊക്കെ. പ്രായോ അമീ മുനിഗന ഭവദീയ മുഖ്യാഹ ഗൂഢം വനേപിന ജഗത്യനഘാത്മദൈവം. ആ വണ്ടുകളൊക്കെ പാടുന്നു, പക്ഷികളും പാടുന്നു. ധൃത്യന്യമേശിഖിനയ്യമുദാഹരിണ്യഃ കുർവന്തി ഗോപ്യൈവതേ പ്രിയമീക്ഷണേന. അതേപോലെ മയിലുകൾ നൃത്തം വയ്ക്കുന്നു, മാണുകൾ പ്രേമത്തോട് നോക്കുന്നു.
കോക്കിലങ്ങളൊക്കെ കുയിലുകളൊക്കെ സൂക്തം നല്ല വാക്കുകൾ കൊണ്ട് വരൂ എന്ന് ഭഗവാനെ വിളിക്കുന്നു. ഇങ്ങനെ ബലരാമസ്വാമി ഭഗവാൻ പുകഴ്ത്തി പാടിയ ശേഷമാണ് അവിടെ ഒരു സ്ഥലമുണ്ട്, താളവനം, ബൃഹത്വനം, ബാഹുലവനം, അങ്ങനെ 9 വനങ്ങൾ. നവകാനനം എന്നാണ് ആദ്യം പറയുന്നത്. 9 കാനനങ്ങൾ ചേർത്തിട്ടാണ് വൃന്ദാവനമായിട്ടിരിക്കുന്നത്. അതിൽ ഒരു വനമാണ് താളവനം, ഭാണ്ഡീരവനം, താളവനം എന്നൊക്കെ. അവിടെ നിറച്ചും പണമരങ്ങളാണ്. അവിടെ നല്ല സുഗന്ധം, ഋഷീചീനോ അവഗൃഹ്യതേ, നല്ല താളവളത്തിൻ്റെ വാസന ഉണ്ട്. പക്ഷെ അത് കഴിക്കാൻ പറ്റില്ല. അവിടെ പോയാൽ അവിടെ ഒരു അസുരൻ, ധേനുകാസുരൻ, ഒരു അസുരൻ കഴുത രൂപത്തിൽ ഈ കുട്ടികളെ ദ്രോഹിക്കുന്നു. അപ്പോഴാണ് കുട്ടികൾ കണ്ണനോടും ബലരാമനോട് പറഞ്ഞപ്പോൾ ബലരാമൻ യതി രോചത്തെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പോകാൻ പറഞ്ഞപ്പോൾ ബലരാമസ്വാമി അവിടെ വന്നു. ബലരാമൻ കണ്ണം വന്നപ്പോൾ ഈ കഴുത കാലുകൊണ്ട് ചവിട്ടാൻ കാല് ഉയർത്തിയപ്പോഴാണ് ആ കാല് പിടിച്ചു തലയുടെ മുകളിൽ വേഗം ചുറ്റി ഒരു മരത്തിലാണ് അടിച്ചു. ബലരാമസ്വാമി അടിച്ചത് ഒരു പണമരത്തിലാണ്, താളമരത്തിലാണ് അടിച്ചത്. ആ മരം അടുത്ത മരത്തിൻ്റെ അടിച്ചു, ആ മരം അടുത്ത മരത്തിനെ അടിച്ചു. ഇങ്ങനെ താളാശ്ചകണ്ഠിരേ സർവേ മഹാവാദേ വിതായിവേ ബലസ്യ ലീലയോത്സൃഷ്ടഖലദേഹഹതാഹതാഃ. അങ്ങനെ അരച്ചും പഴങ്ങൾ വീണു. എല്ലാവരും ആ പഴങ്ങൾ കഴിച്ച് തിരിച്ചു വരുന്ന സമയത്തിലാണ് എന്തെങ്കിലും സ്വീറ്റ് കഴിച്ചാൽ കുറച്ച് ദാഹിക്കാറുണ്ട്. അതുപോലെയാണ് അവർ പഴം കഴിച്ച ശേഷം കുറച്ച് ദാഹിച്ചു. വെള്ളം കുടിക്കാൻ വേണ്ടി ചെയ്തു. അവിടെ തന്നെ കാളിന്നിരിക്കുന്ന സ്ഥലത്തിൽ അറിയാതെ പോയി വെള്ളം കുടിച്ചു. അങ്ങനെ എല്ലാവരും മരിച്ച് വീണപ്പോഴാണ് കുട്ടികളും പശുക്കളും ഭഗവാൻ തൻ്റെ അമൃതവർഷത്തിനാൽ ഈക്ഷയ അമൃതവർഷിണ്യ സ്വനാഥാൻ സമജീവയത്, തൻ്റെ അമൃതവർഷം കൊണ്ട് ഗോപന്മാരെ ഈ ധേനുകവധം ഇവിടെ വർണ്ണിക്കുന്നു. ഇവരുടെ അനുയായിയായ ചില അസുരന്മാർ ജംബു പറഞ്ഞാൽ ഖീരി, അതിൻ്റെ രൂപത്തിൽ അവരൊക്കെ വന്നു. ആ ജംബുക്കൾ അവരെയും കണ്ണൻ വധിച്ചപ്പോഴാണ് വർണ്ണനത്തിൽ പേടിയായി വരുന്നത്. ശ്രുതിപ്രസിദ്ധം ഭട്ടത്തിൻ്റെ രസമയം പറയുന്നു. ജുംബകായ വിദ്മഹേ വാസഹസ്തായ ധീമഹി തന്നോ വർണ്ണഃ പ്രചോദയാത്. ജംബുകനാമധേയം, ജംബുവിനോട് ഒരു പേര് കൂടി വർണ്ണനമുണ്ട്. തന്നെയും വധിക്കുമോ കുറച്ച് പേടിയായി എന്നാണ് അവിടെ രസമായിട്ട് നൃത്തത്തിൽ പറയുന്നു. അങ്ങനെ ഭഗവാൻ ബലരാമനെ കൊണ്ട് ധേനുകാസുരനെ വധിച്ച രംഗം 15-ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നു. പിന്നെ തിരിച്ചു വരുമ്പോഴാണ് തംഗോരജസുവിതകുന്തലബദ്ധമരുത വന്യപ്രസൂനരുചിരക്ഷണചാരുഹാസം വേഗം വണന്തമനുപീരണുഗീതകീർത്തിം ഗോപ്യോതിരക്ഷിതരുഷോ ജലവൻ സമേതാംഗോരജസുവിതകുന്തല പശുക്കളുടെ പൊഴുതിപ്പെട്ട തൻ്റെ ദിവ്യകേശത്തോടു കൂടിയാണ് ഭഗവാൻ വേദദാനം ചെയ്ത് ആ ഭഗവാന്റെ ദിവ്യ സൗന്ദര്യം നോക്കി സംപ്രീഡഹാസവിനയം യഥാംഗമോക്ഷം ഭഗവാനത്തെ ശ്രീകൃഷ്ണവാണം കുളിപ്പിച്ച് പുതിയ വസ്ത്രം കൊടുത്തി സ്വാദ്വന്നമുപലാളിതവോ സംവിശ്യ വരസംഖ്യായാം സുഖം സുഖുപുത്രവരെ രാത്രി പാളഞ്ചോറ് പാലൊഴിച്ച് ചോറ് കഴിക്കുന്നതാണ് രാത്രി വിശേഷം. അങ്ങനെ ക്ഷീരാന്നം എന്ന് പറയും. ആ ക്ഷീരാന്നം കഴിച്ച് ഭഗവാൻ റെസ്റ്റ് എടുത്തു നടന്നു. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം.